ഒരു മഹാലക്ഷ്മി കടാക്ഷമുള്ള ശ്രീമതി പ്രീതി നടേശൻ എപ്പോഴും ഉണ്ട്. പത്രദീപം നിർവഹിച്ച ബഹുമാന്യായ SN ബോർഡ് അംഗം ശ്രീമതി പ്രീതി നടേശൻ അവരുടെ ആദരപൂർവ്വം ഈ മഹാസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ വ്യവസായ പുരോഗതിക്ക് നിസ്തൂലമായ സംഭാവന നൽകി കേരളത്തെ വ്യവസായ സംരംഭങ്ങളെ ഹബ്ബാക്കി മാറ്റുന്നതിൽ സമസ്ത പ്രവർത്തനങ്ങളെ ചാലകശക്തിയാണ് ശ്രീ പി രാജീവ്. ഒരു വീട്ടിൽ ഒരു വ്യവസായ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ശ്രീ പി രാജീവിനെ ഏറെ സ്നേഹത്തോടെ ഈ മഹാസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീനാരായണ ദർശനത്തിന്റെ ആഴത്തിലുള്ള പഠനവും തികച്ച മനുഷ്യസേനയും അതിലുപരി എന്നും സമുദായത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും കരുത്താണ് ശ്രീ VN വാസവൻ. ഗുരു സന്ദേശം നൽകുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവരുടെ ഈ മഹാസംഗമത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്നും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൈത്താങ്ങായി നിലകൊള്ളുന്ന മന്ത്രി മുഖ്യപ്രഭാഷകനായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെ ഏറെ സ്നേഹത്തോടെ ഈ മഹാസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആലപ്പുഴയുടെ ജനകീയ MLA സാധാരണ ജനവിഭാഗത്തിന്റെ ഏതൊരു കാര്യത്തിൽ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്ന ശ്രീ ചിത്രരഞ്ജൻ MLA സംഘാടന സമിതിയുടെ ഈ മഹാസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SNDP യോഗത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കുന്ന സമ്മേളനങ്ങളുടെ ഈ മഹാസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികം യോഗത്തിന്റെ സംഘടനാ സംവിധാനത്തിൽ അജയ്യനായി മാറിയ യുവ നേതാവ്. വാക്കുകളെ സുസ്ഥിരതയും പ്രവർത്തനക്ഷമതയും കൈമുതലാക്കി യോഗത്തിന്റെ ചാലകശക്തിയും ഭാവി വാഗ്ദാനവുമാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. സംഘടനാ സന്ദേശം നൽകുന്നതിനായി എത്തിച്ചേർന്ന തുഷാർ വെള്ളാപ്പള്ളിയെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ഷേഡി ഭാർഗവനെ ഈ സംഘാടന സമിതിയുടെ പേരിൽ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഈ സംഘാടന സമിതിയെ അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ R നാസനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. UDF ജില്ലാ ചെയർമാനും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ശ്രീ K ഷാജിമോഹൻ അവരുടെ സംഘാടന സമിതിയുടെ പേരിൽ കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് SNDP ശാഖാ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് PK ബിനോയ് അവർക്ക് ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു. BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഈ സംഘാടന സമിതിയിലെ വർക്കിംഗ് ചെയർമാൻ ചിത്തരഞ്ജൻ MLA, ഡോക്ടർ M സോമൻ, ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, മോഹൻ, അഡ്വക്കേറ്റ് PK ബിനോയ്, അഡ്വക്കേറ്റ് PS ജ്യോതിസ്, ബഹുമാന്യനായ നടരാജൻ ചേട്ടൻ, ശ്രീ PD ഗഗാറിൻ, വേദിയിലും സദസ്സിലുമെല്ലാമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവർ. കേരളീയ നവോത്ഥാനത്തിൻ്റെ മുൻനിര പ്രസ്ഥാനത്തിൻ്റെ പേരാണ് SNDP യോഗം എന്നത്. കേരളീയ നവോത്ഥാനത്തെ ഒരു തീവണ്ടിയോട് ഉപയോഗിച്ചാൽ അതിൻ്റെ എഞ്ചിനായി നമുക്ക് SNDP യോഗത്തെ കണക്കാക്കാൻ കഴിയും. മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ ചിന്താഗതിയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് മതേതരത്വത്തിൻ്റെ ആശയം ലോകത്താദ്യം പ്രായോഗിക തലത്തിൽ അവതരിപ്പിച്ചതെല്ലാം ശ്രീനാരായണ ഗുരുദേവനാണ്. ആ ഗുരുദേവനാൽ സംഘടിപ്പിക്കപ്പെട്ട SNDP യോഗം കേരള ചരിത്രമാണ്. ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ വരുമ്പോഴുന്നില്ല. ഇന്ന് വലിയ പ്രത്യേകതകളുള്ള ഒരു സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. മതങ്ങൾക്കെല്ലാം ഉപരിയായി മാനവികതയെ പ്രതിഷ്ഠിച്ച മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് 3 പതിറ്റാണ്ടുകാലമായി അതിന് നേതൃത്വം നൽകുന്നു എന്നതൊരു ചെറിയ കാര്യമല്ല. ആദരണീയനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തിട്ട് 3 പതിറ്റാണ്ട് കഴിയുമ്പോൾ ചേർത്തലയിലെ ശ്രീനാരായണീയർ ഒരു മഹാസംഗമം ഒരുക്കി ഒരു സ്വീകരണ സമ്മേളനം ഒരുക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശ്രീനാരായണ പ്രസ്ഥാനത്തിന് നവോത്ഥാന മുന്നേറ്റത്തിന് വലിയ ചരിത്ര പാരമ്പര്യമുള്ള ഒരിടമാണ് ചേർത്തല എന്നത്.
ഈ മണ്ണ് ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ്. അഖില കേരള തീയ യുവജന സംഘടനയുടെ ആദ്യ സമ്മേളനം ചെയ്ത് പ്രഖ്യാപിച്ചത് ഈഴവർ ഹിന്ദുക്കളല്ല എന്ന്. കേരളം ഉൾക്കുളകത്തോടുകൂടി കേട്ട ഒരുപാട് ഇടങ്ങളിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കിയ ധീരമായ ഒരു വിളംബരമായിരുന്നു, പ്രഖ്യാപനമായിരുന്നു അത്. ആ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയമാണ് പിന്നീട് പുസ്തക രൂപത്തിലേക്ക് കേരളത്തിൽ തന്നെ ഇറങ്ങുന്നത്. ആ പുസ്തകത്തെ സ്വതന്ത്ര സമുദായം എന്ന പേരിൽ നൽകിയ ആ പുസ്തകത്തെ പിന്നീട് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും നിരോധിക്കുന്നതിലേക്ക് വരെ ചെന്നെത്തുകയുണ്ടായി. ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ കടന്നു പോകുന്നില്ല. കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കേൾക്കുന്നതിനാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സ്കൂളിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെയും വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. തണ്ണീർമുക്കം വടക്കുമുറിയിലെ പുല്ലക്കാട്ടുകരയിൽ കൊച്ചയ്യപ്പൻ ഗാനയാധാരമായി ശ്രീനാരായണ ഗുരുദേവന് കൊടുത്ത മണ്ണാണ് നമ്മളെല്ലാം ഇരിക്കുന്ന ഈ മണ്ണ്, ഈ സ്കൂളിൻ്റെ ഭൂമി എന്ന്. ആശ്രമം സ്ഥാപിക്കാനായി കൊടുത്ത ഈ മണ്ണ് വിദ്യാലയത്തിനൊരു അനിവാര്യതയുണ്ട് എന്ന് അറിയുമ്പോൾ ഈ നാട്ടുകാർ ആലുവയിലെത്തി ഗുരുദേവനെ കാണുമ്പോൾ ഗുരുദേവൻ വളരെയധികം സന്തോഷത്തോടുകൂടി ആശ്രമത്തിന് വേണ്ടി ലഭിച്ച ഭൂമി സ്കൂളിന് വേണ്ടി കൈമാറുകയായിരുന്നു. ആ സ്കൂളാണ് ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളായി ഇന്ന് ഈ ചേർത്തലയിൽ തലയുയർത്തുന്നത്. എത്രയോ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഈ സ്കൂളിൽ. ഈ സ്കൂളിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എത്തേണ്ടതുണ്ട്. ഈ ഗവൺമെൻറ് കാലത്താണ് ആദരണീയനായ ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ ഗവൺമെൻറ് ഈ കാലത്താണ് 8 കോടി പോലെയാണ് ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മണ്ണാണ് ഈ സ്കൂളിൽ. ബോയ്സ് ഹൈസ്കൂൾ മാത്രം എന്നാണ് അറിയുന്നത്. മിക്സഡ് സ്കൂളാക്കി മാറ്റണമെന്നത് ദീർഘകാലത്തെ ഒരാവശ്യം ആയിരുന്നു. ഈ കഴിഞ്ഞയാഴ്ച ഈ സ്കൂളിനെ പെൺകുട്ടികൾക്ക് കൂടി പ്രവേശനമുള്ള വിദ്യാലയമാക്കി മാറ്റിയിരിക്കുന്നു എന്ന കാര്യം കൂടി അറിയിക്കട്ടെ. ഇന്ന് 2 പെൺകുട്ടികൾ ഇവിടെ വന്നിട്ട് 5ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്ത് ഇന്നത്തെ ദിവസം അതിനും തുടക്കം കുറിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് ഈ സ്കൂളിനോട് ഇത്തരം പ്രവർത്തനങ്ങളോടെല്ലാം അങ്ങേയറ്റം അനുഭാവപൂർണമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. മതനിരപേക്ഷത എന്നത് ഏറ്റവും പ്രമുഖമായ ഒന്നാണ് എന്ന് ഈ കേരളം ഉറക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പേരുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം നേരിടേണ്ടി വരുമ്പോൾ ഒരു കൊടുങ്കാറ്റിൻ്റെ മുമ്പിലും തളരാതെയും പതറാതെയും ഈ കേരളത്തെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ചരിത്ര സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ അത് അഭിമാനകരമായ ഒന്നായി കൂടി മാറുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ പി പ്രസാദ് അവർക്ക് ഉപഹാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട യോഗം കൗൺസിലർ ശ്രീ പി ടി മന്മഥൻ അവരെ സാദരം ക്ഷണിക്കുന്നു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നുവന്ന് കേരളക്കരയുടെ സ്പന്ദനമറിയുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ തൻ്റെതായ വ്യക്തിത്വം കാഴ്ചവെച്ച കേരളത്തിന്റെ പടനായകൻ ഏതു മന്ത്രിസഭയിലായാലും ഏതു മേഖലയിലായാലും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നേട്ടങ്ങൾ കാഴ്ചവെക്കുന്ന കണ്ണൂരിലെ ധർമ്മടം മണ്ഡലത്തിൽ നിന്നും കേരളത്തിന്റെ മുഴുവൻ ജനതയുടെയും നായകനാകുവാൻ ഉറച്ച വാക്കുകളോടെ ഉറച്ച നിലപാടുകളിലൂടെ കേരളക്കരയെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ചങ്കായി മാറിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ആദരവോടുകൂടി ക്ഷണിക്കുന്നു. വിളക്ക് ശരിയാക്കി കൊടുത്തില്ല.
സഹോദരി സഹോദരന്മാർ, നമ്മുടെ സമൂഹത്തിൽ അപൂർവം ചില വ്യക്തികൾക്കാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ട്. ഒരു സംഘടനയുടെ, അതും SNDP പോലുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ നിലയിലേക്കുള്ള വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് 3 ദശാബ്ദം ഒരു വ്യക്തി ഇരിക്കുക എന്നത് എല്ലാ തരത്തിലും അപൂർവതയുള്ള കാര്യമാണ്. ആ 3 ദശാബ്ദമാണ് ഇപ്പോൾ ശ്രീ വല്ലാപ്പള്ളി പൂർത്തിയാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ കർമ്മശേഷിയും നേതൃപാഠവും ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർച്ചയായി ഇരിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. ഇവിടെ SNDPയുടെ അമരക്കാരനായിരിക്കുന്നതോടൊപ്പം തന്നെ SN ട്രസ്റ്റിൻ്റെ അമരക്കാരനായും ഇതേ കാലയളവിൽ അദ്ദേഹം തുടർന്നു വരികയാണ്. അപ്പോൾ 2 സുപ്രധാന ചരിത്ര നിയോഗങ്ങളുടെ നെറുകയിൽ വല്ലാപ്പള്ളി എത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന് ഉചിതമായ സ്വീകരണം തന്നെയാണ് ഇവിടെ നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യമേ തന്നെ അത്തരമൊരു സ്വീകരണം ഒരുക്കാൻ മുൻകൈ എടുത്ത എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ തുടർച്ചയായി സ്നേഹവിശ്വാസങ്ങൾ നേടിയെടുക്കുക, അത് നിലനിർത്തിക്കൊണ്ടു പോവുക, അണികളും പ്രവർത്തിക്കാനുള്ള ആർജവം കാണിക്കുക, ഇതൊക്കെ എളുപ്പമുള്ള കാര്യമല്ല. ആ എളുപ്പമല്ലാത്ത കാര്യമാണ് അല്പം അനായാസമായി തന്നെ ശ്രീ വല്ലാപ്പള്ളി
നിർവഹിച്ചു പോന്നിട്ടുണ്ട്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം സന്നദ്ധനായിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം പരിശോധിച്ച് കാണാൻ കഴിയും. ഒരു സംഘടനയുടെ അമരക്കാരനായിരുന്ന് ആ സംഘടനയ്ക്ക് ദൗർബല്യങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകളല്ല, നേരെ മറിച്ച് കൂടുതൽ വളർച്ചയിലേക്ക് സംഘടനയെ നയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേക അഭിനന്ദനം ശ്രീ വെള്ളാപ്പള്ളി അർപ്പിക്കുന്നു. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ സവിശേഷ സ്ഥാനമുള്ള നാടാണ് ചേർത്തല. ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ പ്രത്യേകമായി എടുത്തു പറയുകയുണ്ടായി, ഈ വിദ്യാലയം ശ്രീനാരായണ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ പവിത്രമായ മണ്ണാണിത്. ഇവിടെ ഇനി വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരു തന്നെ ഒരു ഘട്ടത്തിൽ തന്നെ സമീപിച്ചവരോട് പറഞ്ഞത് ചരിത്ര വസ്തുതയാണ്. ഇവിടെയുള്ളവർ സ്കൂളിൻ്റെ ആവശ്യമുയർത്തിയപ്പോൾ ഒരു ശങ്കയുമില്ലാതെ ഈ ഭൂമി ശ്രീനാരായണ ഗുരുവാണ് വിട്ടുകൊടുത്തത് എന്നത് നേരത്തെ ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ എടുത്തു പറയുകയുണ്ട്. വിദ്യ അഭ്യസിക്കുന്നതിന് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഏറ്റവും അധികം നാടിനെ ഉണർത്തുമാറ് ബോധവൽക്കരണം നടത്തിയ ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു. യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണയും വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയാണ്. ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത, ഏത് വിദ്യാലയത്തിലും ഒരുപാട് പേര് ആ വിദ്യാലയത്തിലൂടെ കടന്നു വന്ന് സമൂഹത്തിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കാറുണ്ട്. പക്ഷേ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്ത വിദ്യാലയമാണ്. വയലാർ രാമവർമ്മ, വയലാർ രവി, KR ഗൗരിയമ്മ, സുശീല ഗോപാലൻ, AK ആന്റണി, CK ചന്ദ്രപ്പൻ, അങ്ങനെ നീളുകയാണ് ആ നിര. ഇത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിദ്യാലയത്തിൽ വെച്ച് തന്നെ ഈ ആദരിക്കൽ ചടങ്ങ് നടക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ SNDP യോഗത്തിൻ്റെ അമരക്കാരനായി
3 ദശാബ്ദം ഇരിക്കുക എന്ന് പറയുമ്പോൾ കുമാരനാശാൻ പോലും 16 വർഷമേ ഈ സ്ഥാനത്ത് തുറന്നിരുന്നുള്ളൂ എന്നത് നാം ഓർക്കേണ്ടതാണ്. സന്ദേശങ്ങളെ പ്രായോഗിക പ്രവർത്തനങ്ങളുമായി സമഞ്ജസമായി ആർജവും അംഗങ്ങൾക്ക് പകർന്നു കൊടുത്ത നേതൃസ്ഥാനമാണ് വെള്ളാപ്പള്ളിയിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നേരത്തെ പറഞ്ഞതുപോലെ ആ നേതൃത്വത്തിൽ യോഗം വളർന്നു, ട്രസ്റ്റ് വളർന്നു. ആ വളർച്ച കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വ സിദ്ധി അളക്കാൻ നമുക്ക് കഴിയും. കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിൽ പുരോഗമനപരവും നേതൃത്വപരവുമായ പങ്കുവഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് SNDP. അത് കേവലം സാമുദായിക നവീകരണത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല. ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു നേതൃത്വം കൊടുത്തത്. ഇന്ന് നമ്മുടെ കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുകയാണ്. ആരും സമ്മതിക്കുന്ന കാര്യമാണ്. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ശത്രുക്കളായി കാണുകയും ആ ശത്രുത വളർത്തുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച നാം കാണുകയാണ്. ആ ഒരു രാജ്യത്ത് വേറിട്ടൊരു നാട് നിൽക്കുന്നു. അതാണ് നമ്മുടെ കേരളം. അതിനിടയാക്കിയത് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമായി ഈ നാടിനെ മാറ്റണമെന്ന ഗുരുവിൻ്റെ ആഹ്വാനം നാടാകെ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി. അതുകൊണ്ടാണ് ആ തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്. കേരളത്തിലെ ഗുരു ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമ്മുടെ നാട് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പുറകിലായിരുന്നു. വലിയ തോതിൽ, മഹാഭൂരിപക്ഷമെന്ന് തന്നെ പറയാവുന്ന തോതിൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവർ വരികയായിരുന്നു. ആ ഒരു നാടിനെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഇറക്കിത്തിരിക്കാൻ ഗുരുവാണ് ആ കാലത്ത് ആദ്യമായും നേതൃത്വം വഹിക്കുന്നത്. അതും ഇതുപോലെ ഈ സ്കൂളിൻ്റെ അനുഭവം പോലെ തൻ്റെ കയ്യിൽ ആശ്രമം സ്ഥാപിക്കുന്നതിന് വേണ്ടി കിട്ടിയ ഭൂമി വിദ്യാലയം സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് മറ്റനേകം അതുപോലുള്ള സംഭവങ്ങൾ. അതിൻ്റെ ഫലമെന്താണ്? ഇന്ന് രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ രംഗം നമ്മുടെ കേരളമാണ് നമ്പർ 1 സംസ്ഥാനമായി നിലനിൽക്കുന്നത്. ഇതും ഗുരുവിൻ്റെ ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താനുള്ള ഇടപെടുന്ന മാറ്റം. നമ്മുടെ ക്ലാസ് മുറികൾ സ്മാർട്ടായിരിക്കുന്നു. നമ്മുടെ സ്കൂളുകൾ
ഹൈടെക് ആയിരിക്കുന്നു. വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ആർക്കും നേരെ കാണാൻ കഴിയാവുന്ന രീതിയിൽ. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് പോലുള്ള സംവിധാനങ്ങൾ രാജ്യത്തെ ഒന്നാം സ്ഥാനം വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലാണ് എന്ന് പറയുന്നത്. ഇത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ങ്ങൾക്ക് പരിഹാരം കാണാനുള്ളതെന്നാണ്. അതിൻ്റേതായ പ്രത്യേകതയും കേരളത്തിന് കാണാൻ നമുക്ക് കഴിയും. നവോത്ഥാന പ്രസ്ഥാനത്തിനുണ്ടായ ശരിയായ കുറച്ച് കേരളത്തെക്കാളും നവോത്ഥാന പ്രസ്ഥാനം ശക്തിപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ മതവിദ്വേഷവും ജാതിഭേദവുമൊക്കെ അവിടങ്ങളിൽ ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. നമ്മുടെ നാടിന് മാറ്റമുണ്ടായത് നവോത്ഥാന പ്രസ്ഥാനത്തിന് ശരിയായ തുടർച്ചയുണ്ടായി. അതിൻ്റെ ഭാഗമായി തന്നെ നല്ല മാറ്റം പൊതുവിൽ സമൂഹത്തിന് നേടാൻ കഴിയുകയും ചെയ്തു. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വർത്തമാനത്തിൽ അത് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളും ഇന്നത്തെ കാലത്ത് എത്രമാത്രം പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നു എന്നതിൻ്റെ കൂടിയടിസ്ഥാനത്തിലാണ് ഗുരു ഉയർത്തിക്കാട്ടിയ ഭേദചിന്തയില്ലാത്ത ലോകം ആ ആശയത്തിൻ്റെ വെളിച്ചമാവണം എന്നും വഴികാട്ടി. മനുഷ്യനെ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യുന്നതിന് തക്കം പാർത്തിരിക്കുന്ന വർഗീയ ശക്തികൾ നമ്മുടെ രാജ്യത്ത് പൊതുവെ മേൽക്കൈ നേടിയിട്ടുള്ള ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഭേദചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഒരുമിപ്പിച്ച ഗുരുവിൻ്റെ ചിന്തകൾക്ക് വർദ്ധിച്ച പ്രസക്തിയുള്ള കാലമാണ്. ആ നിലയിൽ ഗുരു തുടക്കം കുറിച്ച SNDP യോഗത്തിൽ അതിന് സാരഥ്യം വഹിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. ഏത് വിധത്തിലായിരുന്നു ഗുരു ശബ്ദമുയർത്തിയത്? ആ കാര്യങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്സിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണ ചുമതലാബോധത്തോടെ അത്തരം കാര്യങ്ങളെ എതിർക്കാൻ ഗുരുദർശനം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും തയ്യാറാകേണ്ടതായിരുന്നു. അപരമത വിദ്വേഷം, വെറുപ്പ് ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ച് കുപ്രചരണങ്ങൾ നടത്തി സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷം തകർക്കാൻ ചിലർ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബോധപൂർവം കലാപങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന കാലമാണ്. അതിൻ്റെ മറ്റ് ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്നാണ്. മതപരമായ ആഘോഷങ്ങളെ അടക്കം ഇത്തരക്കാർ അക്രമത്തിനുള്ള അവസരമാക്കി മാറ്റുന്നതായി നാം കാണുകയാണ്. ഈ കഴിഞ്ഞ ഹോളി രാജ്യം വലിയ തോതിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ആ ഹോളി ആഘോഷങ്ങളിൽ പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗങ്ങളും ആക്രമിക്കപ്പെട്ടത് നാം കാണുകയുണ്ടായി. സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭരണാധിപന്മാരുടെ നടപടികൾ നിർഭാഗ്യവശാൽ നമുക്ക് കാണേണ്ടി വന്നു. എന്നാൽ നമ്മുടെ നാട് ഭേദചിന്തയില്ലാതെ കഴിയുന്ന നാട്, ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഏറ്റുവാങ്ങിയ നാട് എങ്ങനെ മാതൃകയായി നിൽക്കുന്നു? ഇവിടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും നോമ്പുതുറ അമ്പലമുറ്റത്ത് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് മതനിരപേക്ഷ കേരളത്തിൻ്റെ ശക്തി. ആ ശക്തി
ഗുരുദർശനത്തിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നാം മനസ്സിലാക്കണം. മതേതരത്വവും അത്രത്തോളം ഉയർത്തിപ്പിടിക്കുന്നതാണ് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം. ഇതാണ് ഗുരുവിൻ്റെ പേരിൽ നിന്നുള്ള പാഠം. ഇത് ചിലർക്ക് ഇറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിലർ പരിതപിക്കുന്നു. പറ്റുമെങ്കിൽ അടുത്ത ജന്മം ഒരു കുളൂധാരിയായി പറക്കണമെന്ന് പറയുന്നു. എന്താണിത്? മലയാളിയുടെ മനസ്സിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കുത്തിനിറക്കാൻ ശ്രമിക്കുകയാണ്. നാടിനെ പിന്നോട്ട് നടത്താനാണ് നോക്കുന്നത്. അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നതും ഇത്തരക്കാർ ലക്ഷ്യമിടുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും മാത്രമല്ല, വിവരിച്ച ചരിത്രം പോലെയാണ് എല്ലാ തരത്തിലും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളിയെ നമുക്കറിയാം. അപ്പോൾ എന്നാലും ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി വന്നു. അതാണ് നമ്മുടെ നാട് എന്ന് തിരിച്ചറിയണം. അത് മനസ്സിലാക്കാനാവണം. അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു എന്നുള്ളതുകൊണ്ടല്ല. ഇതാണ് നാട്. എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം, ഏതിനേയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം. അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ് അത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക മമതയോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല. ജനങ്ങളുടെ യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായി. ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് മനസ്സിൽ വെക്കുകയായിട്ട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രസ്ഥാനം കൈവരിച്ച പുരോഗതി വളരെ വലുതാണ്. വിദ്യാഭ്യാസം എന്നാൽ മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കുന്ന പ്രക്രിയ. അതൊരു വലിയ സാമൂഹിക സേവനമാണ്. ആ സേവന മനോഭാവത്തിലൂന്നിയ പ്രവർത്തനങ്ങൾ നിരവധി മേഖലകളിൽ നടത്താൻ കഴിയണം. സമൂഹം ഇന്നത് ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. ആ ധർമ്മം കൂടുതൽ കാര്യക്ഷമമായി നിറവേറ്റുവാൻ തുറന്നുള്ള കാലങ്ങളിലും കഴിയണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. SNDP യോഗം രൂപീകരിക്കപ്പെട്ട കാലത്തെ ആശയങ്ങൾ കാലാനുസൃതമായി നവീകരിക്കാനും ഒരു സന്ദേശങ്ങളുടെ സത്ത പ്രായോഗികമാകും വിധം ഇനിയും ദീർഘകാലം ഈ പ്രസ്ഥാനത്തെ നയിക്കാനും ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സ്നേഹാഭിമാനം. നന്ദി. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അടുത്തതായി നാം ഏവരും കാത്തിരിക്കുന്ന മുഹൂർത്തമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ അറിഞ്ഞ് ഈഴവന്റെ ജീവിത മേൽവിലാസത്തിന് ഒത്തു പറയാതെ കുറിക്കുകൊള്ളുന്ന വാക്കുകളാൽ ഉള്ളത് പറയുന്ന മഹനീയ വ്യക്തിത്വം. SNDP യോഗമാകുന്ന പേര് തെളിക്കുവാൻ ഗുരുദേവൻ നമുക്ക് നൽകിയ കൃഷ്ണ തേജസ്, സാമുദായിക സാമൂഹ്യ നമസിൽ സൂര്യ തേജസ്സായി തിളങ്ങുന്ന പകരക്കാരനില്ലാത്ത അമരക്കാരൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ SNDP യോഗം ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയിട്ട് 3 പതിറ്റാണ്ട് പിന്നിടുന്നു. ഇത്രയും കാലയളവ് പ്രവർത്തനത്തിനായി ലഭിച്ചു എന്നത് തന്നെയാണ് ഒരാളുടെ പ്രവർത്തന മികവിന്റെ ഉദാഹരണം. അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങാണെടുത്തത്. അദ്ദേഹത്തിന് കേരളത്തിന്റെ ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെയും ആദരവ് സ്വീകരിക്കുന്നതിനായി SNDP യോഗം
യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നരേശൻ അവர்களെയും സാദരം ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രിക്കല്ലേ ഉള്ളത് തന്നെ. അവിടെ പ്രസംഗം ഇപ്പോഴില്ല, എവിടെയെല്ലാം പ്രസംഗം കഴിഞ്ഞിട്ട് പ്രസംഗം കഴിഞ്ഞിട്ട് പിള്ളേരെ പിള്ളേർ വിഷമിക്കണം. മറുപടി പ്രസംഗത്തിനായി ആദരണീയനായ ജനറൽ സെക്രട്ടറി സർ വെള്ളാപ്പള്ളി നരേശൻ അവர்களെ സാദരം ക്ഷണിക്കുന്നു.